ഇത്രയും നേരമായി ആരും ഇവിടെ ഇല്ല. ഷോ, ഇന്ന് കച്ചവടം ഒന്നും നടക്കുന്ന ലക്ഷണമില്ല. അതാരാ? ആ ചേച്ചി, ഇവിടുത്തെ ആൾക്കാർ വെളിയിൽ പോയിക്കോ. ഞാനുണ്ടല്ലോ, പറഞ്ഞോ. അറിയാവോ? എനിക്കൊന്നും അറിയില്ല, എന്നെ ഇവിടെ നിർത്തൂലല്ലോ. ആ ബാക്കിയെല്ലാം കച്ചവടമായി പോയി. നല്ല തുണിയാ. ഇവിടെ തുണിക്കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. വീടുകളിൽ കൂടെ കൊണ്ടുവന്ന് വിൽപ്പനയുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്റെ വീട്ടിൽ കൂടെ ആരും വന്നു കണ്ടില്ല. അപ്പൊ എന്നാ ഇങ്ങോട്ടൊന്ന് വരാന്ന് വെച്ചു. ഞാൻ അങ്ങോട്ട് കയറി വരട്ടെ? ആ കേറിക്കോ. അതെന്താ പുള്ളിക്കാരുടെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ. എന്നാ പിന്നെ ഇതെന്നതാ? സാരിപ്പാവാടയോ? നല്ല പാവാട ചേച്ചി. ഇത് നല്ലതാണോ? നല്ല ക്വാളിറ്റി സാധനമാണ്. ഇതൊന്നും വെക്കാനൊന്നും സൗകര്യമൊന്നും ഇല്ല ഇവിടെ. അല്ല, ഇത്രയും സൗകര്യം. അയ്യോ, തലയിലോട്ടല്ലേ? തലയിട്ടാല് എടുക്കാൻ വരുന്നവരുടെ സൗകര്യത്തിനല്ലേ തുണി. നിങ്ങൾ വേണ്ട എടുത്തു കൊടുക്കാനല്ലേ. ഇതെന്നതാ? അത് നല്ലൊരു ടോപ്പാ, ചുരിദാർ. ഞാൻ ഇത് ഉപയോഗിക്കാറില്ല. ചേച്ചിക്ക് എന്താ വേറെ വല്ലതും വേണോ? ഇത് ഷർട്ടാണോ? ആ നല്ല ഷർട്ടാ, നല്ല ക്വാളിറ്റി ഷർട്ടാ. കണ്ടറിയാം, ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നല്ല വിലയുള്ള ഷർട്ടാ. ഞങ്ങളിവിടെ വില കുറച്ചാ കൊടുക്കുന്നത്. ഇത് ഷാളല്ലേ? ആ നല്ല കളറുള്ള സാരിപ്പാവാടയല്ലേ? അയ്യോ, അപ്പൊ ചേച്ചിക്കൊന്നും വേണ്ടേ? എനിക്ക് പറ്റുന്നത് ഇവിടെ കിട്ടിയില്ല. ഇത് വേണോ? അതും വേണ്ട. അത് ഭയങ്കര ചുവപ്പ് നിറയ്ക്ക് ഇഷ്ടമല്ല. പല കളറുണ്ട്, പല കളറായിട്ടാ. ഇല്ല, എനിക്കത് വേണ്ട. ഞാനേ വേറെ എവിടെയെങ്കിലും നോക്കട്ടെ. എനിക്കിതൊന്നും പിടിച്ചില്ല കേട്ടോ, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചെറിയൊരു മനസ്സും കിട്ടി. എല്ലാം ഇങ്ങനെയുണ്ട് കുറേ എണ്ണം. മൊത്തം വാരിച്ചിട്ടിട്ട് ഒന്നുപോലും എടുക്കാതെ പോകും. ഇതൊക്കെ നല്ല സാധനമായിരുന്നു. എന്നാൽ ഇതൊന്ന് വലിച്ചു വാരിയിടാതെ മര്യാദയ്ക്ക് വെച്ചിട്ട് പൊക്കൂടെ? അല്ല, ഒരു ഷാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഒരു നീല ഷാള്. ആണ്ടേ ആ പുറകിരിക്കുന്നു. അതെ, അവിടെ നിന്നേ. അവിടെ നിൽക്ക്. ആ ഷാളിങ്ങന്നേ. ഇതല്ല ഞാൻ പറഞ്ഞത്. അവിടെ ഒരു നീല ഷാള്. നീല ഷാളിങ് തന്നെ. അതിങ്ങ് തന്നെ. ഇങ്ങനെയും കുറെ എണ്ണം ഉണ്ട്. വന്ന് മൊത്തം വലിച്ചു വാരി ഇടും, ഒന്നും എടുക്കത്തില്ല. എന്നിട്ട് കൈ കിട്ടുന്നത് മോഷ്ടിക്കുകയും ചെയ്യും. ഇവിടെ CCTV ആവശ്യമില്ല. പൊക്കോ. ഞാനിത് എറിയുണ്ടെങ്കിൽ പൊക്കോ. എന്റെ ദൈവമേ, കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. പൊക്കോ. ഇല്ല, എപ്പോൾ ഞാൻ പോലീസിനെ വിളിക്കും. ഇങ്ങനെയുണ്ട് മനുഷ്യൻ്റെ കച്ചവടം മുടക്കാനായിട്ട് കുറേ എണ്ണം. ഒന്നും എടുക്കത്തുമില്ല, എന്നാൽ മൊത്തം വലിച്ചു ഇട്ടിട്ട് മോഷ്ടിക്കുകയും ചെയ്യും. നിങ്ങൾ പൊക്കോട്ടോ, ഇല്ല ഞാൻ എറിയും. ഞാൻ സത്യം പറയാലോ, ഇവരൊക്കെ സത്യം പറഞ്ഞാൽ തുണിക്കടക്കാർക്കൊക്കെ, എല്ലാ കടക്കാർക്കും കഷ്ടമുണ്ട്. ശല്യമായി തീർന്നേക്കുവാ.